ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡാറ്റ സ്ട്രക്ചേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറുണ്ട്, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറുണ്ട്. ഈ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിനകത്ത് അറേയും സ്ട്രക്ചറുമാണ് വരുന്നതെങ്കിൽ കോമ്പൗണ്ടിനകത്ത് ലീനിയറും ഉണ്ട്, നോൺ ലീനിയറും ഉണ്ടെന്ന് പറഞ്ഞു. ലീനിയറിനകത്ത് വരുന്ന ഡാറ്റ സ്ട്രക്ചറിനകത്ത് വരുന്ന ഒരാളാണ് ആര്? സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റാക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റാക്ക് എങ്ങനെയാണ് സ്റ്റാക്കിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഒന്നിന് മുകളിൽ മേലെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റുക. അവിടെ നിന്ന് മേലെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ റിമൂവ് ചെയ്യാനും പറ്റുള്ളൂ. കണ്ടോ, ബുക്ക് ഓരോന്നിനും മേലെ ഇട്ടിട്ട് വെക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് മേലെ നിന്നാണ് നമുക്ക് എടുക്കാം, ഇടയിൽ നിന്നും എടുക്കാൻ പറ്റില്ല. കണ്ടോ, ഇവിടെ അങ്ങനെ തന്നെ മേലെ. അപ്പോൾ ഇതാണ് സ്റ്റാക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ഈച്ച് ഐറ്റം 1/, അത് ഓരോന്നിനും മേലെ ഓരോന്നായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, കീപ്പ് ചെയ്യാൻ പറ്റുക, അല്ലേ? നമുക്കത് മാത്രമല്ല, ഇതൊന്ന് റിമൂവ് ചെയ്യണത് എവിടെ നിന്നാണ്? ഓൺലി ആ ഒരു ടോപ്പ് പൊസിഷനിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാൻ പറ്റില്ല. എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അവിടെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ലാസ്റ്റ് പ്ലേസ് ചെയ്ത സാധനമാണ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റിമൂവ് ചെയ്യാൻ പറ്റുക. മനസ്സിലായോ? അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതാണ് ലിഫോ എന്ന് പറയും. ലിഫോ എന്താ പറയുക? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് വരുന്ന ആളാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക, പോവുക. ഇപ്പോൾ ലാസ്റ്റ് വെച്ച ബുക്കാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, എടുക്കാൻ പറ്റുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയുന്നത് ഓരോ ഐറ്റത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്ന, ഇൻസേർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ്, ഇൻസേർഷനും അതുപോലെ തന്നെ എന്താണ്, ഡിലീഷനും ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഒരു എൻഡിലാണ്. ഓൺലി സിംഗിൾ എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസേർഷനും ഡിലീഷനും ടേക്ക് ചെയ്യുന്നത്. ആ എൻഡിനെ പറയുന്ന പേരാണെന്ത്, ടോപ്പ് എന്ന്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇൻ സ്റ്റാക്ക്, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്ക് പ്ലേസ് ഡാഷ് എൻഡ്, അല്ലേ? ഏത് എൻഡിനകത്താണ് ഇൻസേർഷനും ഡിലീഷനും ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? ഏത് എൻഡിനകത്താണ്? ടോപ്പ് എന്ന് പറയുന്ന എൻഡിനകത്താണ്, അല്ലേ? ആ ടോപ്പിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് കളയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ സ്റ്റാക്ക് പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ലിഫോയാണ്. ലിഫോ, അല്ലേ? ലാസ്റ്റ് വന്ന ആൾ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് വന്ന ആളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആദ്യം പുറത്തെടുക്കാൻ പറ്റുക. അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എന്താ പറയുക? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം പുറത്തു പോകുന്ന ആളായിരിക്കും, അവസാനം വന്ന ആളായിരിക്കും എന്ത് ചെയ്യുക, ആദ്യം പുറത്തു പോവുക. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ കൺസെപ്റ്റാണ്. ഒരു എക്സ്ക്ലൂസീവ്, ഇപ്പോൾ സ്റ്റാക്ക് ഉണ്ടാക്കാൻ C++ പ്രോഗ്രാമിനകത്ത് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടാക്കാനൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനെ സ്റ്റാക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അറേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അറേ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാക്ക് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, സ്റ്റാക്ക് ക്യാൻ ബി ഫിസിക്കലി ഇംപ്ലിമെൻറ്റഡ് ബൈ അറേ. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? അറേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാക്കിന് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അല്ലാതെ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സംവിധാനം ഒന്നും ഇവിടെ ഇല്ല, ഈ പറയുന്ന C++നകത്തില്ല. നമ്മൾ അറേ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അറേയുടെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഉപയോഗിക്കാൻ പറ്റും, ഈ സ്റ്റാക്കിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ചിലതൊഴിച്ച്, ഇപ്പോൾ ചില കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അറക്കകത്ത് ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർഷനും ഡിലീഷനും ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ സ്റ്റാക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും നമുക്ക് കഴിയില്ല. ഇപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒരു സ്റ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റാക്ക് എന്നാണ് അതിൻ്റെ പേര്. അറേ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് സ്റ്റാക്ക് ഉണ്ടാക്കുന്നത്. 10 സ്റ്റാക്ക് ഓഫ് 10 എന്ന് പറഞ്ഞു. സ്റ്റാക്ക് ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ഈ ഒരു ചിത്രത്തിലുള്ളതുപോലെ നമുക്ക് എന്ത് കിട്ടും, 9 എന്തുള്ള 9 സ്പേസുള്ള ലൊക്കേഷനുള്ള ഒരു സ്റ്റാക്ക് കിട്ടും, അല്ലേ? 0 1 2 3, അല്ലേ? ഇവിടെ പറയുന്നത്, അപ്പോൾ 10 ഇൻഡിജേഴ്സിനെ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ സ്റ്റാക്ക് എന്താ നമ്മൾ പറഞ്ഞത്, സ്റ്റാക്ക് ഓഫ് 10 എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സൈസ് എത്ര ഉണ്ട്? 10 സൈസ് ഉണ്ട്. അപ്പോൾ 0 to 9 വരെ നമുക്ക് എന്തുണ്ടാവും,
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പൊസിഷൻ അല്ലേ, ഇപ്പോൾ 6 എലമെൻറ്റ്, ഇതിനകത്ത് എത്ര എലമെൻ്റ് ഉണ്ട്? ഇപ്പോൾ 25, 42, 18, 37, 98, 56, 6 എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് അറ്റ് ദ പൊസിഷൻ അല്ലേ 5-നകത്ത് എന്തുണ്ട്? 56 ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ടോസ് എന്ന്. ടോസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ഉണ്ടോ? ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ് ഓഫ് ദി സ്റ്റാക്കാണ്. അപ്പോൾ ലാസ്റ്റ് എലമെൻ്റ് എവിടെ ഉണ്ടാവുമോ അതാണ് ടോസ് എന്ന് പറയുന്ന സ്ഥലം. ലാസ്റ്റ് എലമെൻ്റ് എവിടെയാണുള്ളത് അതാണ് ടോസ്. ലാസ്റ്റ് എലമെൻ്റ് എവിടെയാണുള്ളത് അതാണ് ടോസ്. അതാണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. മനസ്സിലായോ? അപ്പോൾ ഓൾവേസ് റെഫേഴ്സ് ബൈ ദ എക്സ്പ്രഷൻ. ഇപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് എലമെൻ്റ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ സ്റ്റാക്ക് ഓഫ് എന്ത് പറഞ്ഞാൽ മതി? ടോസ് എന്താണെന്ന് നോക്കാം. ടോസ് 5 ആണ്. അപ്പോൾ ലാസ്റ്റ് എലമെൻ്റ് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. മനസ്സിലായോ? അപ്പോൾ ആ 56 നമുക്ക് എന്ത് ചെയ്യും? അവൈലബിൾ ആവും. അപ്പോൾ ലാസ്റ്റ് എലമെൻ്റ് ഉള്ള ഭാഗമാണെന്ത്? ടോസ് എന്ന് പറയുന്നത്, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ C++ സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? അറേ ഉപയോഗിച്ചിട്ടാണ്. അറേ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? C++നകത്ത് എന്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? സ്റ്റാക്കിന് എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ഓഫ് ദി സ്റ്റാക്ക് വിൽ ബി 0 ആണ് അല്ലേ? 1, 2, 3 ഇതാണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിനെയാണ് എന്ത് പറയുക? ടോസ് എന്ന് പറയാം. ശ്രദ്ധിക്കുക, സ്റ്റാക്ക് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. സ്റ്റാക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. പ്രിൻസിപ്പിൾ എന്താണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിളാണ് സ്റ്റാക്കിനകത്തുള്ളത്. അതായത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് പറയുന്നത് ടോസ് എന്നാണ് പറയുക അല്ലേ? ഓക്കെ. പിന്നെ അത് മാത്രമല്ല ലിഫോ പ്രിൻസിപ്പിളാണ് എന്ത്? സ്റ്റാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദി ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോ ലിഫോ പ്രിൻസിപ്പിൾ, അങ്ങനെയും ചോദിക്കാം. ഇതാണ് ദി ഡാറ്റ സ്ട്രക്ചർ that follows ലിഫോ പ്രിൻസിപ്പിൾ. ലിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്? സ്റ്റാക്ക് എന്നാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? സ്റ്റാക്ക് എന്ന് പറയണം. സ്റ്റാക്ക്. ഓക്കെ ആണല്ലോ? അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ കൺസെപ്റ്റ് ആണ്. സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അറേ ഉപയോഗിച്ചിട്ടാണ്. സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലേ? ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അറേയുടെ എല്ലാ പ്രോപ്പർട്ടീസും സ്റ്റാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാക്ക് കാണിച്ചു നമ്മളില്ലേ? സ്റ്റാക്ക് ഓഫ് 10 എന്ന് പറയുന്ന ഒരു സ്റ്റാക്ക് ഉണ്ടാക്കില്ല. അറേ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുക. പക്ഷെ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന ടോപ്പിൽ നിന്നാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു 1 എൻഡിൽ നിന്നാണ് ഡിലീഷനും ഇൻസ്റ്റേഷനും നടത്താൻ പറ്റുക. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക് പറഞ്ഞു നമ്മൾ ഇവിടെ. ഇനി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സ്റ്റാക്ക് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ യൂസിങ് അറേ ആണ്. യൂസിങ് ഒരു ക്വസ്റ്റ്യൻ ആണത്. യൂസിങ് അറേ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല there is a limited number of elements that can be represented by the stack and അല്ലേ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സൈസ് ഓഫ് ദി അറേ. അതായത് നമുക്കിപ്പോൾ 10 സൈസുള്ള ഒരു സ്റ്റാക്ക് ആണെങ്കിൽ അതിൽ 10 എലമെൻറ്റിനെ നമുക്കിപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റാക്ക് ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 10 എലമെൻറ്റിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി ഫസ്റ്റ് എന്ന് പറയും, ഇപ്പോൾ സ്റ്റാക്ക് ഓഫ് 10 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ ആദ്യം ഈ സ്റ്റാക്കിനകത്ത് വാല്യൂ ഒന്നുമില്ല. അപ്പോൾ ഇനീഷ്യലി സ്റ്റാക്ക് ഓഫ് 10ൻ്റെ ടോസ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ശ്രദ്ധിക്കുക കേട്ടോ. ടോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ്. കാരണം 0 ഇവിടുന്ന് അങ്ങനെ തുടങ്ങാം അല്ലേ? ഇതാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ടോസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ സ്റ്റാക്ക് എംപ്റ്റി ആവുന്ന കേസിനകത്ത് ടോസിൻ്റെ വാല്യൂ എന്തായിരിക്കും? -1. കാരണം സ്റ്റാക്കിനകത്ത് വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോസിൻ്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. അതായത് ടോസ് -1 ആണെങ്കിൽ ശ്രദ്ധിക്കുക, ടോസ് -1 ആണെങ്കിൽ ദ കണ്ടീഷൻ ഓഫ് ദി സ്റ്റാക്ക് ഈസ് എംപ്റ്റി. സ്റ്റാക്ക് എന്തായിരിക്കും? എംപ്റ്റി ആയിരിക്കും. മനസ്സിലാക്കണം. ടോസ് -1 ആണെങ്കിൽ സ്റ്റാക്ക് എന്തായിരിക്കും? എംപ്റ്റി. കാരണം ടോസ് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കാണ്. ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏത് എലമെൻറ്റിലാണോ ലാസ്റ്റ് എലമെൻറ്റ് ഏതാണോ അതാണ്. ലാസ്റ്റ് എലമെൻറ്റിൻ്റെ മറ്റെന്താ പറയുക അഡ്രസ്സ് -1 ആണെങ്കിൽ അതിനകത്ത് എന്തില്ല എന്നർത്ഥം? അതിനകത്ത് എന്തില്ല? എലമെൻ്റ് ഇല്ല എന്നാണ്. എലമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എംപ്റ്റി ആണ്.
ഇപ്പോൾ നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടോസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രിമെൻറ്റ് 1 ഇൻക്രിമെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു ഒരു 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 വാല്യൂ ഒരു സ്റ്റാക്കിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ 23. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ടോസിൻ്റെ വാല്യൂ എന്താവും? 1 ആവും, 0 ആവും അല്ലേ? -1 + 1 0 അല്ലേ? എന്നിട്ട് അടുത്തൊരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ടോസിൻ്റെ വാല്യൂ എന്താ? അതായത് ടോസ് ആദ്യം ഇങ്ങനെ മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇങ്ങനെ കൂടി എവിടം വരെ വരും? n-1. അതായത് n എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 അല്ലേ? ഇപ്പോൾ ടോപ്പ് ഓഫ് മറ്റെന്താണ് സൈസ്, മാക്സിമം സൈസ് എത്ര വരേണ്ടത്? 10 ആണ്. അപ്പോൾ n-1, അപ്പോൾ 9 വരെ വരും അല്ലേ? 9 വന്നു കഴിഞ്ഞാൽ n-1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n-1 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാക്കിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ കൊടുക്കാൻ പറ്റും. n-1 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് 0 to n-1 വരെ എലമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാക്കിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനീഷ്യലി സ്റ്റാക്കിൻ്റെ ടോസ് എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. -1 ആണെങ്കിൽ എം ടി. അതുപോലെ തന്നെ ടോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോസ് ഈക്വൽ ടു n-1 ആണെങ്കിൽ സത്യം പറഞ്ഞാൽ സ്റ്റാക്ക് ഫുള്ളാണ്. ടോസ് ഈക്വൽ ടു n-1 ആണെങ്കിൽ സ്റ്റാക്ക് എന്താണ്? ഫുള്ളാണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അറേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനീഷ്യലി സ്റ്റാക്കിൻ്റെ ടോസിൻ്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. -1 ആവുന്ന കേസിൽ സ്റ്റാക്ക് എന്തായിരിക്കും? എം ടി ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഓപ്പറേഷൻ ഓൺ സ്റ്റാക്കാണ്. സ്റ്റാക്കിനകത്ത് നടക്കുന്ന 2 ഓപ്പറേഷൻ. അപ്പോൾ ത്രൂ അറേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിലും അറേക്കകത്തുള്ള എല്ലാ ഓപ്പറേഷനും നമുക്കിവിടെ നടത്താൻ പറ്റില്ല. ആ ഒരു സെയിം ഫാഷനകത്ത് നമുക്ക് നടത്താൻ പറ്റില്ല. ഓൾ ദി ഓപ്പറേഷൻ അപ്ലിക്കബിൾ ടു അറേ ആർ നോട്ട് പെർഫോംഡ് ഇൻ ദി സെയിം ഫാഷൻ. അപ്പോൾ അറേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാക്ക് ഉണ്ടാക്കുന്നതെങ്കിലും നമുക്ക് അറേ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ അറേക്കകത്ത് നടത്തുന്ന ഓപ്പറേഷൻസ് എല്ലാം അതേ ഫാഷനകത്ത് ഇവിടെ നടത്താൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഇൻസേഷനും ഡിലീഷനും ഓപ്പറേഷൻ, അറക്കകത്ത് ഇൻസേഷനും ഡിലീഷനും എവിടെ വേണമെങ്കിലും നടത്താൻ പറ്റും. എനി പൊസിഷൻ, ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് ഇൻസേഷനും ഡിലീഷനും നടത്താൻ പറ്റും. പക്ഷേ ബട്ട് ഇൻ സ്റ്റാക്ക് ദർ ഈസ് റെസ്ട്രിക്ഷൻ ഇൻ ദി പൊസിഷൻ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റാക്കിനകത്ത് ഇൻസേഷനും ഡിലീഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ എല്ലാ പൊസിഷനിലും നടത്താൻ പറ്റില്ല. ദീസ് ഓപ്പറേഷൻ ആർ പെർഫോംഡ് ഓൺലി അറ്റ് ദി ടോപ്പ് പൊസിഷൻ. നമുക്ക് സ്റ്റാക്കിനകത്ത് എവിടെ മാത്രമാണ് നമുക്ക് ഇൻസേഷൻ നടത്താൻ പറ്റുക, അല്ലെങ്കിൽ എവിടെ നിന്ന് മാത്രമാണ് ഡിലീഷൻ നടത്താൻ പറ്റുക? ടോപ്പ് പൊസിഷനിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇൻസേഷനും ഡിലീഷനും നടത്താൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയുന്നത് സ്റ്റാക്കിനകത്തുള്ള ഇൻസേഷനും ഡിലീഷനും ഓപ്പറേഷൻ ആർ നോൺ ആസ് പുഷ് ആൻഡ് പോപ്പ്. ഇൻസേഷനെ പറയുന്ന പേര് പുഷ് എന്നും ഡിലീഷനെ പറയുന്ന പേര് പോപ്പ് എന്നും. അപ്പോൾ പുഷ് ആൻഡ് പോപ്പ്, പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും. പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസേഷൻ. ശ്രദ്ധിക്കുക, ഇൻസേഷൻ ആണ് എന്ത്? പുഷ് ഓപ്പറേഷൻ. പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലീഷൻ ആണ് എന്ത്? പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്റ്റാക്കിനകത്തുള്ള ഓപ്പറേഷൻ 2 ഓപ്പറേഷൻസ് ആണ്, പുഷും പോപ്പും. എന്താണ് പുഷ് പറഞ്ഞാൽ? ഇൻസേഷൻ ചെയ്യുക. അതുപോലെ തന്നെ പോപ്പ് പറഞ്ഞാൽ എന്താണ്? ഡിലീഷനാണ്. ശ്രദ്ധിക്കുക, നമുക്ക് അറക്കകത്തുള്ള ഓപ്പറേഷൻസ് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വേറെ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം ഇൻസേഷനും ഡിലീഷനും ക്യാൻ ടേക്ക് പ്ലേസ് ഓൺലി വൺ എൻഡ്. ദാറ്റ് എൻഡ് ഈസ് നോൺ ആസ് ടോപ്പ് എൻഡിനകത്ത് മാത്രമേ നമുക്ക് ഇൻസേഷനും ഡിലീഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നടത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പുഷ് ഓപ്പറേഷൻ പറയാം. പുഷ് ഓപ്പറേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് പറയുന്നത് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് ന്യൂ ഡാറ്റ ഐറ്റം ഇൻ ടു സ്റ്റാക്ക്. ആ പുഷ് ഓപ്പറേഷൻ ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ അതിൻ്റെ അൽഗോരിതം ചോദിക്കും, നിങ്ങളത് പഠിച്ചു വെക്കണം. അപ്പോൾ ഒരു സ്റ്റാക്കിനകത്തേക്ക് ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് എന്ത് പറയുന്നത്? പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസേർട്ടിങ് എ ന്യൂ ഡാറ്റ ഐറ്റം ഇൻ ടു ദി സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു സ്റ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാക്ക് ഉണ്ട്. ഇതാണ് സ്റ്റാക്ക്. ഇനീഷ്യലി സ്റ്റാക്ക് 10 എലമെൻറ്റ് കൊള്ളാൻ പറ്റുന്ന, അല്ലെങ്കിൽ 10 എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാക്കാണിത്.
അപ്പോൾ ഈ സ്റ്റാക്കിനകത്ത് നമുക്കറിയാം, ഈ സ്റ്റാക്കിനകത്ത് നമുക്ക് എന്താണുള്ളത്, ഈ സ്റ്റാക്കിനകത്ത് ഇപ്പോൾ എം ടി ആകുമ്പോൾ ടോസിൻ്റെ വാല്യൂ കണ്ടോ, ടോസ് എന്താണ് -1 ആണ്, കണ്ടോ -1 ആണ്, ടോസ് -1 ആണ്. ശ്രദ്ധിക്കുക, സ്റ്റാക്ക് എം ടി ആകുമ്പോൾ ടോസ് -1 ആണ്. അപ്പോൾ ഒരു പുതിയ ഐറ്റത്തിന് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടോസ് എന്താക്കണം, 0 ആക്കി. എന്നിട്ട് ആ പുതിയ ഐറ്റത്തിൽ 25 ആഡ് ചെയ്തു, കണ്ടോ. അപ്പോൾ ടോസ് 0 ആക്കി എന്താക്കി, 25 ആഡ് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും ടോസ് എന്താക്കി, 1 ആക്കി 34 ആഡ് ചെയ്തു. ടോസ് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക, അടുത്ത ആഡ് ചെയ്യുക, ടോസ് ഇൻക്രിമെൻറ്റ് ചെയ്യുക, അടുത്ത ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യണത്, ഈ പറയുന്ന ഇൻസേഷൻ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അതാണ് പുഷ് ഓപ്പറേഷൻ. ആക്സെപ്റ്റ് ദ വാല്യൂ ഇൻ എ വേരിയബിൾ ഇൻസേർട്ട് ഇൻ ടു സ്റ്റാക്ക്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാല്യൂവിനെ ആക്സെപ്റ്റ് ചെയ്ത് വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ടോപ്പ് ബൈ 1. അതായത് നമ്മുടെ ടോപ്പിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അതായത് ടോസിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ബൈ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ 0 ആയി. -1നെ ഒന്നുകൊണ്ട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0 കിട്ടി. ആൻഡ് സ്റ്റോർ ദ വാല്യൂ അറ്റ് ദ ടോസ് പൊസിഷൻ. എന്നിട്ട് ഈ വാല്യൂനെ എന്ത് ചെയ്യുക, ടോസ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇങ്ങനെയാണ്, ഓർത്ത് വെക്കുക. പ്രൊസീജിയർ ഇതാണ്. എന്താണ് പ്രൊസീജിയർ? ആക്സെപ്റ്റ് ദ വാല്യൂ ഇൻ എ വേരിയബിൾ ഇൻസേർട്ട് ഇൻ ടു സ്റ്റാക്ക്. നമുക്ക് ഏത് വാല്യൂ ആണോ ഈ പറയുന്ന സ്റ്റാക്കിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ആ വാല്യൂവിനെ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പ് പൊസിഷനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. അതായത് ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ടോസിലെ വാല്യൂവിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ടോസിലുള്ള ആ പൊസിഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ വാല്യൂവിനെ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം നമ്മൾ ഇനീഷ്യൽ വാല്യൂ എന്തായിരുന്നു, ടോപ്പ് പൊസിഷൻ -1 ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ഒരു വാല്യൂവിനെ ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ടോപ്പ് പൊസിഷനിലെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്നിട്ട് ആ പൊസിഷനിൽ, അതായത് 0th പൊസിഷനിൽ കൊണ്ടുപോയിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. അടുത്ത നമ്മൾ എന്ത് ചെയ്തു, ടോപ്പ് പൊസിഷനെ ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്നിട്ട് ആ പൊസിഷനിലേക്ക് ആദ്യം വാല്യൂവിനെ ആക്സെപ്റ്റ് ചെയ്തു, ടോപ്പ് പൊസിഷൻ എന്ത് ചെയ്തു, ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്നിട്ട് ആ ഒരു പൊസിഷനിലേക്ക് വാല്യൂവിനെ കൊടുത്തു. അടുത്ത വാല്യൂവിനെ ആക്സെപ്റ്റ് ചെയ്തു, ടോപ്പ് പൊസിഷൻ ഇൻക്രിമെൻറ്റ് ചെയ്തു, അവിടേക്ക് കൊടുത്തു. ഇങ്ങനെ എവിടം വരെ പോകും, n-1 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റാക്ക് ഓഫ് 10 ആണെങ്കിൽ 9 വരെ, അതായത് n എന്താണ്, 10 ആണല്ലേ. അപ്പോൾ 10-1 9 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം പറയാം. ടോസ് ഇപ്പോൾ 9ലാണ് നിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരെണ്ണം കൂടി ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ടോസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നത്, ഇപ്പോൾ ടോസിൻ്റെ വാല്യൂ എന്താണ്, ടോസ് എന്തായി, 9 ആണ്. അപ്പോൾ 9 ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ വീണ്ടും ഒരെണ്ണത്തിന് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, കാരണം സ്റ്റാക്ക് ഫുള്ളാണ് അല്ലേ, അങ്ങനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഇൻക്രിമെൻ്റ് അല്ല, അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ, അതായത് ടോസിനെ ഇൻക്രിമെൻറ്റ് ചെയ്തു 10 ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റാക്കിനകത്ത് എത്ര വരെ പറ്റുള്ളൂ, 9 വരെ പറ്റുള്ളൂ. കാരണം എത്ര സൈസുള്ള സ്റ്റാക്കാണ്, 10 സൈസുള്ള സ്റ്റാക്കാണ്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും ഒരെണ്ണത്തിനെ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, അത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ആണ്, അത് നടക്കാത്ത കാര്യമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനെ പറയുന്ന പേരാണെന്ത്, സ്റ്റാക്ക് ഓവർഫ്ലോ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റാക്ക് ഓവർഫ്ലോ. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താണ്, ടോസ് എന്താവുക എന്നുള്ളതാണ്, n-1 ആവുക എന്നുള്ളതാണ്. ടോസ് എന്താവുക ഗ്രേറ്റർ ദാൻ എന്താണ്, n-1 ആവുക എന്നുള്ളതാണ്. n-1 എന്ന് പറഞ്ഞാൽ ടോപ്പ്, അതായത് മാക്സിമം സൈസിനെക്കാട്ടി എന്ത് ചെയ്യുക, മേലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതായത് ടോസ് എന്താണ് 9 വീണ്ടും നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സ്റ്റാക്ക് ഈസ് ഫുള്ളാണ്. അപ്പോൾ വി അറ്റംപ്റ്റ് ടു ഇൻസേർട്ട് ആൻ ഐറ്റം, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ആ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണെന്ത്, സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇത് മനസ്സിലായില്ല സാറേ എന്ന് പറയണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാക്ക് എംപ്റ്റി ആണ്, അപ്പോൾ -1 ആയിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂവിനെ സ്വീകരിക്കുന്നു, ടോസിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, ആ ടോസ് പൊസിഷനിലേക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നു, അടുത്തത് വാല്യൂവിനെ സ്വീകരിക്കുന്നു. അങ്ങനെ 9 വരെ പോകും. 9 വരെ പോയി കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ ഇനി വീണ്ടും ആഡ് ചെയ്യാൻ ശ്രമിച്ചാലാണ് എന്ത് സംഭവിക്കുക, ഓവർഫ്ലോ ഉണ്ടാവുക. അപ്പോൾ അൽഗോരിതം നോക്കുക, ഈ അൽഗോരിതം പഠിച്ചു വെക്കുക. അപ്പോൾ ഇതെന്താണ്, സ്റ്റാക്ക് ഓഫ് n എന്ന് പറയുന്ന ഒരു അറേ അല്ലേ, ആ സ്റ്റാക്ക് ഉണ്ടാക്കി. n ഈസ് ദ മാക്സിമം സൈസ് ഓഫ് ദി അറേ. ടോസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിൾ എന്താണ്,
ടോപ്പ് ഓഫ് ദി പൊസിഷൻ അല്ലേ, ഡാറ്റ ഐറ്റം എന്ന് പറയും, ഡാറ്റ ഐറ്റം സ്വീകരിക്കാൻ വേണ്ടി വാല്യൂ. ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സ്റ്റാക്ക് ഫുള്ളാണോ നോക്കണം. സ്റ്റാക്കിനകത്തേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണോ എന്ന് നോക്കണം. അതിനാണ് നമ്മൾ എന്ത് നോക്കുന്നത്, ടോസ് ലെസ് ദാൻ എൻ ആണോ നോക്കുക. ശ്രദ്ധിക്കുക, ടോസ് എന്താണ് ഈഫ് ടോസ് ലെസ് ദാൻ എൻ ആണോ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എൻ എന്ന് പറഞ്ഞാൽ മാക്സിമം സൈസ് അല്ലേ, മാക്സിമം സൈസിനെക്കാട്ടി ചെറുതാണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാല്യൂവിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എൻ മൈനസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എൻ ആണെങ്കിലല്ല, എൻ എന്ന് പറഞ്ഞാൽ 10നെക്കാട്ടി ചെറുതാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള, ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ 10നെക്കാട്ടി ചെറുത് എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. കാരണം 9 ആകുമ്പോൾ 10നെക്കാട്ടി ചെറുതാണ്. പക്ഷേ അപ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ 9 + 1 പറയുമ്പോൾ 10 ആയി. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോസ് ലെസ് ദാൻ n-1 ആണോ നോക്കണം, n-1 ആണോ നോക്കണം, അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ടോസ് എന്താണോ നോക്കുക, ടോസ് എന്താണ് ലെസ് ദാൻ n-1 ആണോ നോക്കുക. ടോസ് ലെസ് ദാൻ n അല്ല, n-1 ആണോ നോക്കുക. n-1 എന്ന് പറഞ്ഞാൽ 9 അല്ലേ, n 10 ആണെങ്കിൽ n-1 എന്തായിരിക്കും, 9 ആയിരിക്കും. അപ്പോൾ 9നെക്കാട്ടി ചെറുതാണോ നോക്കുക. 9നെക്കാട്ടി ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുക, 9നെക്കാട്ടി ഇപ്പോൾ -1 ആണ്, 9നെക്കാട്ടി ചെറുതാണ്. അപ്പോൾ ടോസ് എന്താക്കുക, ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1 എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ എന്തായി, ഇപ്പോൾ ഒരു പൊസിഷൻ ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാക്ക് എന്നുണ്ടെങ്കിൽ, ഇത് 0 ആണ്, 2 1 2 3 4 ഓക്കെ, 1 2 3 4 0 1 2. ഇവിടെ വാല്യൂ ഉണ്ട്, ഇവിടെ വാല്യൂ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോസ് ഇപ്പോൾ ഇവിടെ കിടക്കേണ്ടാവുക, 2ലാണ് കിടക്കേണ്ടത്, 1ലാണ് കിടക്കേണ്ടത്. 1 ഇത് 1 ആണ്, 1ലാണ് കിടക്കേണ്ടത്. അപ്പോൾ നോക്കി ടോസ് n-1 എന്ന് പറഞ്ഞാൽ 9 - 1 8 ആണോ നോക്കി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ടോസിന് എന്ത് ചെയ്യണം, ടോസ് ഇപ്പോൾ 1 അല്ലേ, അപ്പോൾ ടോസ് ഈക്വൽ ടു എന്താക്കുക, ടോസ് പ്ലസ് 1 ആക്കുക. ടോസ് പ്ലസ് 1 ആക്കി കഴിഞ്ഞാൽ എന്തിലേക്ക് പോകും, 2ലേക്ക് പോകും. എന്നിട്ട് ആ വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റാക്ക് ഓഫ് ടോസിനകത്തേക്ക് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ടോസ് എന്തല്ല n-1 എന്നാക്കണം കേട്ടോ, അത് n അല്ല, n-1 എന്നാക്കണം. അങ്ങനെ n-1 അല്ല, ടോസ് എന്താണ് 9ലാണ് കിടക്കണമെന്ന് വിചാരിക്കുക, ടോസ് ഇപ്പോൾ 9ലാണ് കിടക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുക, സ്റ്റാക്ക് എന്തായിരിക്കും, ഫുള്ളാണ്, സ്റ്റാക്ക് ഓവർഫ്ലോ ആണെന്ന് പറയണം. അപ്പോൾ സ്റ്റാക്ക് എന്താണെന്ന് പറയണം, സ്റ്റാക്ക് ഓവർഫ്ലോ ആണ്. അതായത് സ്റ്റാക്ക് ഓവർഫ്ലോ, സ്റ്റാക്കിനകത്തേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ടോസ് 3 ആണ്, നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ, 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1 എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 4ലേക്ക് വന്നു, എന്നിട്ട് ആ വാല്യൂ അടുത്ത വാല്യൂ ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത വീണ്ടും ചെക്ക് ചെയ്യുന്നു, ടോസ് എന്താണോ നോക്കണം, ടോസ് എന്താണ് ഗ്രേറ്റർ ദാൻ ആണോ എന്ന് എന്ത് ചെയ്യണം, നോക്കണം. എന്തിനെക്കാട്ടി, n-1 ചെറുതാണോ, വലുതാന്നല്ല, n-1 ചെറുതാണോ നോക്കണം. n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ആണ് നോക്കേണ്ടത്. 8 ഇപ്പോൾ 8 എത്തി, ടോസ് ഇപ്പോൾ എന്തായി, 8ലാണ് കിടക്കണം വിചാരിക്കുക. അപ്പോൾ ഒരു പൊസിഷനും കൂടിയാണുള്ളത്, 9 മാത്രമേ പൊസിഷൻ ഉള്ളൂ അല്ലേ, 8ലാണ് കിടക്കണം എന്ന് വിചാരിക്കും ടോസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, n-1 ആണ്, അതായത് 9നെക്കാട്ടി ചെറുതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1 പറയുമ്പോൾ 9ലേക്ക് എത്തിയിട്ട് വാല്യൂ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ടോസ് എന്തായി, ഇപ്പോൾ 9 ആയി. ടോസ് 9 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോസ് ലെസ് ദാൻ എന്താണല്ല, n-1 അല്ല. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു, എൽസ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നു. സ്റ്റാക്ക് എന്താണ് ഓവർഫ്ലോ ആണെന്ന് എന്ത് ചെയ്യുന്നു, പറയുന്നു, സ്റ്റാക്ക് ഓവർഫ്ലോ. അപ്പോൾ ഈ ഒരു അൽഗോരിതം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പുഷിൻ്റെ അൽഗോരിതമാണ്, സ്റ്റാക്കിനകത്തേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പറയാം, അപ്പോൾ ഈ അൽഗോരിതം മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ സ്റ്റാക്ക് ഫുള്ളായിട്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റാക്ക് ഫുള്ളാണ്, അതിനകത്തേക്ക് വീണ്ടും നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്റ്റാക്ക് ഓവർഫ്ലോ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. അടുത്തത് നമുക്ക് പറയാനുള്ളത് പോപ്പാണ്. പോപ്പ് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡിലീഷനാണ്, ഡിലീറ്റിംഗ് an element from the top of the stack. പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോപ്പ് എന്ന് പറഞ്ഞാൽ the process of deleting
ആൻ എലമെൻറ്റ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അതായത് ഒരു എലമെൻറ്റിനെ ടോപ്പിൽ നിന്നും, ഒരു സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്നും ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ഓരോ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, ടോസിന് എന്ത് ചെയ്യണം, ഡിക്രിമെൻറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ് ഡിലീറ്റ് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യണം, ടോസ് എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യണം, ഡിക്രിമെൻ്റ് ആണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഡിക്രിമെൻ്റ്. അതായത് നേരത്തെ നമ്മൾ ചെയ്തത് ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1 എന്നാണ് ചെയ്തത് ഓരോ എലമെൻറ്റിന് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടോസ് ഈക്വൽ ടു എന്ത് ചെയ്യണം, ടോസ് ഈക്വൽ ടു ടോസ് ബൈ ടോസ് -1 ആക്കണം. കാരണം അതിങ്ങനെ കുറച്ച് വരണം. ഇപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഇവിടെ ഈ ഒരു നോക്കുക, ഈ സ്റ്റാക്കിനകത്ത് ഇപ്പോൾ സ്റ്റാക്ക് എന്തായിരുന്നു, ഇപ്പോൾ 56 എടുത്തു, 56 അങ്ങോട്ട് എടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിനകത്ത് നിന്ന് ഒരെണ്ണത്തിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യലല്ല. ഈ പറയുന്ന ടോസിൻ്റെ വാല്യൂ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആക്സസിനെ എന്ത് ചെയ്യുക, ഡിനൈൻ ചെയ്യണം. ആ ആക്സസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളിപ്പോൾ ടോസ് എന്തായിരുന്നു, 3 ആയിരുന്നു. ടോസ് എന്താക്കിയപ്പോൾ -2 ആക്കി, സോറി -1 ആക്കി. ടോസ് ഈക്വൽ ടു ടോസ് -1 ആക്കിയപ്പോൾ എന്തായി, 2 ആയി. അടുത്ത എലമെൻറ്റിനെ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ടോസ് ഈക്വൽ ടു ടോസ് -1 ആക്കിയപ്പോൾ എന്തായി, വീണ്ടും എന്താണ്, ടോസ് 1 ആയി. നെക്സ്റ്റ് എന്ത് ചെയ്തു, അടുത്ത എലമെൻറ്റിനെ എടുത്തു, ടോസ് ഈക്വൽ ടു എന്താണ്, ടോസ് -1 ആക്കിയപ്പോൾ 0 ആയി. നെക്സ്റ്റ് ഇനി 25നെ എടുത്ത് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വരുമ്പോൾ എന്താണ്, ഈ 25നെ എടുത്തു എന്താണ്, ടോസ് ഈക്വൽ ടു ടോസ് -1 ആക്കിയപ്പോൾ എന്തായി, ടോസ് എന്തായി, -1 ആയി. അപ്പോൾ സ്റ്റാക്ക് എന്തായി, എംപ്റ്റി ആയി. ശ്രദ്ധിക്കാം. അങ്ങനെ -1 ആയിക്കഴിഞ്ഞാൽ, ടോസ് -1 ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എംപ്റ്റി ആയിട്ടുള്ള സ്റ്റാക്കിൽ നിന്ന് വീണ്ടും റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റാക്ക് എന്താവും, സ്റ്റാക്ക് അണ്ടർഫ്ലോ ആവും. എന്താ പറയുക, സ്റ്റാക്ക് അണ്ടർഫ്ലോ ആവും. അപ്പോൾ ഓൾറെഡി എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാക്കിൽ നിന്നും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റാക്ക് അണ്ടർഫ്ലോ. ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റാക്ക്, അതായത് നമുക്കറിയാം ഫുള്ളായിട്ടുള്ള സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചു ഇവിടം വരെ എത്തിക്കഴിഞ്ഞു, ഫുള്ളായി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ഓവർഫ്ലോ ആവും. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ, ഒരു ഫുള്ളായി കഴിഞ്ഞാൽ അല്ലേ. അതേപോലെ തന്നെയാണ് ഒരു എംപ്റ്റി പോട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ സാധനം എടുക്കാൻ ശ്രമിച്ചാൽ ഒന്നും ഉണ്ടാവില്ല, എംപ്റ്റിയാണ്. അതാണ് എന്താ പറയുക, സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 പ്രൊസീജിയർ പറയുന്നത്, റിട്രീവ് ദ എലമെൻറ്റ് അറ്റ് ദി ടോസ് ഇൻടു എ വേരിയബിൾ. റിട്രീവ് ദ എലമെൻറ്റ് എന്ത് ചെയ്യുക, റിട്രീവ് ചെയ്യുക, ആൻഡ് ഡിക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ടോസ് ബൈ 1. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 സ്റ്റെപ്പിനകത്ത് നമുക്ക് എന്ത് നടക്കും, പോപ്പ് ഓപ്പറേഷൻ നടക്കും അല്ലേ. അപ്പോൾ ഫിസിക്കലി റിമൂവ് ചെയ്യുന്നില്ല, ഈ എലമെൻറ്റിനെ ഫിസിക്കലി റിമൂവ് ചെയ്യുന്നില്ല. ബട്ട് ആക്സസ് ഈസ് ദറ്റ് റെസ്ട്രിക്റ്റഡ് ബൈ ഡിക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ടോസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്യുന്നില്ല, പക്ഷെ എന്താണ്, ഈ ടോസിൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റാതെ ആവും. അതാണ് സംഭവിക്കുന്നത് അല്ലേ. അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഡിലീറ്റ് ചെയ്യുമ്പോഴും ഓരോന്നിനും റിമൂവ് ചെയ്യുമ്പോഴും ടോസിൻ്റെ വാല്യൂ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് എന്താവും, ടോസിൻ്റെ വാല്യൂ -1 ആയി കഴിഞ്ഞാൽ സ്റ്റാക്ക് എന്തായി, എംപ്റ്റി ആയി. സ്റ്റാക്ക് എംപ്റ്റി ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വീണ്ടും നമ്മൾ എന്താണ്, റിമൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഒരു എംപ്റ്റി സ്റ്റാക്കിൽ നിന്ന് നമ്മൾ വാല്യൂ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ്, സ്റ്റാക്ക് എന്താവും, അണ്ടർഫ്ലോ. ആ ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്, അണ്ടർഫ്ലോ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒരു എംപ്റ്റി സ്റ്റാക്കിൽ നിന്നും വാല്യൂ വീണ്ടും റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു, സ്റ്റാക്ക് അണ്ടർഫ്ലോ ഉണ്ടാകുന്നു. മനസ്സിലായോ? ഇതിനകത്ത് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? പോപ്പ് ഓപ്പറേഷൻ എന്താണെന്ന് മനസ്സിലായോ? പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവിങ് എലമെൻറ്റ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഒരു സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പോപ്പ് ഓപ്പറേഷൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അണ്ടർഫ്ലോ എന്താണെന്ന് ചോദിക്കും, ഓവർഫ്ലോ എന്താണെന്ന് ചോദിക്കും, സ്റ്റാക്ക് എംപ്റ്റി ആവുന്ന കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കും, സ്റ്റാക്ക് അണ്ടർഫ്ലോ ആവുന്ന കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കും, സ്റ്റാക്ക് ഓവർഫ്ലോ ആവുന്ന കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ അൽഗോരിതം പറയാം, പോപ്പിൻ്റെ അൽഗോരിതം പറയാം. പോപ്പിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റാക്ക് എൻ തന്നെയാണ്, സ്റ്റാക്ക് എൻ. അപ്പോൾ എൻ വാല്യൂ ഉണ്ട് അല്ലേ, ടോസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് ഈ ആദ്യം സ്റ്റാക്കിനകത്ത് എന്തുണ്ടോ നോക്കണം, എല്ലാ വാല്യൂ ഉണ്ടോ നോക്കണം. അപ്പോൾ ഈ ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണോ നോക്കണം. ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിലാണല്ലോ എന്തുണ്ടാവുക, കാരണം ഇതാണ് നമ്മുടെ സ്റ്റാക്ക് എങ്കിൽ 0
1 2, അതായത് -1 ഇവിടെയാണ്. ടോസ് എന്താണ്? -1 ആണ്. ടോസ് -1നെക്കാട്ടിയും വലുതാണെങ്കിലാണ് എന്തുണ്ടാവുക? വാല്യൂ ഉണ്ടാവുക. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതാണ് ടോസ് എന്താണോ നോക്കണം, ഗ്രേറ്റർ ദാൻ -1 ആണോ നോക്കണം. അതായത് ടോസ് എന്താണോ നോക്കണം, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്, ഇതാണ് സ്റ്റാക്ക് എന്നുണ്ടെങ്കിൽ ഇവിടെ ടോസ് എന്ന് പറയുന്നത് -1 ആണെങ്കിൽ സ്റ്റാക്ക് എംപ്റ്റി ആണ്. കാരണം ഇവിടെ 0 1 2 3 അല്ലേ, ഈ -1 ആകുമ്പോൾ ഇവിടെ ഉണ്ടാവുക സ്റ്റാക്ക് എംപ്റ്റി ആണ്. അപ്പോൾ ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ടോസിനകത്തുള്ള വാല്യൂ എന്ത് ചെയ്യുക, എടുത്തിട്ട് വാല്യൂലേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോസ് ഈക്വൽ ടു ടോസ് -1 ആക്കുക. ടോസ് ഈക്വൽ ടോസ് -1. അപ്പോൾ ഇവിടെ ഇപ്പോൾ 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്. അപ്പോൾ ഇവിടെ ടോസ് എന്തായിരിക്കും? ടോസ് 2 ആയിരിക്കും. അപ്പോൾ ടോസ് എന്താണ്? ഗ്രേറ്റർ ദാൻ -1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാല്യൂ എടുത്തിട്ട് വാല്യൂലേക്ക് വെച്ച് എന്നിട്ട് എന്ത് ചെയ്തു, ടോസ് ഈക്വൽ ടോസ് -1 ആക്കി. അപ്പോൾ ടോസ് ഇവിടെ വരും. വീണ്ടും നോക്കി ടോസ് എന്താണ്? ഗ്രേറ്റർ ദാൻ -1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ വാല്യൂ എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു, ടോസ് -1 ആക്കി. അപ്പോൾ ടോസ് ഇങ്ങോട്ട് വരും. വീണ്ടും ഇവിടുത്തെ വാല്യൂ എടുത്തു, ടോസ് -1 ആക്കി. അപ്പോൾ -1 ആണ്. ടോസ് എന്തായി? -1 ആയി. അങ്ങനെ വീണ്ടും അപ്പോൾ നോക്കുകയാണ് നമ്മൾ. അങ്ങനെ -1 ആയ സ്ഥിതിക്ക് നമ്മൾ വീണ്ടും എന്ത് നോക്കുകയാണ്, ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണോ നോക്കി. അല്ല, -1 അല്ല. അപ്പോൾ എന്താണ്? സ്റ്റാക്ക് അണ്ടർഫ്ലോ ആണ്. അതായത് എംപ്റ്റി സ്റ്റാക്കിൽ നിന്നും എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ സംഭവിക്കും, സ്റ്റാക്ക് അണ്ടർഫ്ലോ. അപ്പോൾ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണത്. മനസ്സിലായോ? സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണത്. സ്പേസ് അവൈലബിലിറ്റി ചെക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇത് ശരിയല്ല. n-1 ആണോ നോക്കിക്കഴിഞ്ഞാൽ 10 -1 ആകുമ്പോൾ 9 വരും. 9 വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം 9 വരുന്ന സ്പേസ് ഉണ്ടെന്നാണ് കാണിക്കുക. പക്ഷേ n-1 ആണോ നോക്കണം. n-നെക്കാട്ടി ചെറുതാണോ നോക്കരുത്, n-1നെക്കാട്ടി ചെറുതാണോ നോക്കണം. അപ്പോൾ ഇതാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്കും അതുപോലെ തന്നെ സ്റ്റാക്കിൻ്റെ 2 ഓപ്പറേഷൻസും, പോപ്പും പോപ്പും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഈ ഒരു C++ ഫംഗ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. വോയിഡ് പുഷ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫംഗ്ഷനകത്ത് സ്റ്റാക്ക് വാല്യൂ കൊടുത്തു. എന്നിട്ട് ടോസ് എന്താണ്, ലെസ് ദാൻ n ആണോ നോക്കി, അങ്ങനെയാണ് ടോസ് ++ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടോസിനകത്തേക്ക് വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ ഓവർഫ്ലോ. നേരത്തെ അതേ പറഞ്ഞ അൽഗോരിതം മാറ്റിയെന്നുള്ളൂ. നെക്സ്റ്റ് പോപ്പിനകത്ത് കൊടുത്തു, ടോസ് എന്താണ്, ഗ്രേറ്റർ ദാൻ n-1 ആണോ നോക്കി. n-1 ആണെങ്കിൽ എന്ത് ചെയ്യണം, ടോസിലെ വാല്യൂ വാല്യൂലേക്ക് കൊടുത്തു, ടോസ് -. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാത്ത പക്ഷം എന്താണ്, അണ്ടർഫ്ലോ ആണ്. ഇത്രയാണ് സ്റ്റാക്ക് എന്ന് പറയുന്ന സ്റ്റാക്ക് ഓപ്പറേഷൻ. സ്റ്റാക്കിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിവേഴ്സിങ് ദ ക്യാരക്ടേഴ്സ് അല്ലേ. റിവേഴ്സിങ് ദ ക്യാരക്ടേഴ്സ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ക്യാരക്ടർ അറേ സ്റ്റാക്കിൽ കൊടുത്തു അല്ലേ. ഇപ്പോൾ ദാസ് എന്നാണ് കൊടുത്തു വിചാരിക്കാം, ദാസ്. അപ്പോൾ ഇത് നമ്മളിതിനെ തിരിച്ച് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, സാഡ് അല്ലേ. അപ്പോൾ റിവേഴ്സിങ് ദ ക്യാരക്ടർ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ആപ്ലിക്കേഷൻ സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ a+b ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അല്ലേ. a+b എങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക, a+b എന്നാണ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ വരിക, b+a എന്ന് വരും അല്ലേ. അങ്ങനെയൊക്കെ എക്സ്പ്രഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാക്ക്. ശരിക്കും പറഞ്ഞാൽ പ്രിഫിക്സ് പോസ്റ്റ്ഫിക്സ് വേർഷൻ ഓഫ് അരിത്തമെറ്റിക് എക്സ്പ്രഷനൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, സ്റ്റാക്ക്. ആപ്ലിക്കേഷൻ ചോദിക്കില്ല, സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ സ്റ്റാക്ക് എന്താണെന്ന് പറയുക, ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എന്താണ് ലിഫോ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണെന്ത്, സ്റ്റാക്ക് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് പഠിക്കുക. 2 ഓപ്പറേഷൻസ് ആണുള്ളത്. ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെ പറയുന്ന പേര് പോപ്പ് എന്നും, ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷനെ പറയുന്ന പേര് ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെ പറയുന്ന പേര് പുഷ് എന്നും, ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷനെ പറയുന്ന പേര് പോപ്പ് എന്നുമാണ്. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പുഷ്, എന്താണ് പോപ്പ്. ഓക്കെ. ബാക്കി നെക്സ്റ്റ് വീഡിയോക്കകത്ത് വിടാം. അടുത്ത ക്യൂ ആണ്. ക്യൂവിൻ്റെ വീഡിയോ അടുത്ത വീഡിയോക്കകത്ത് വിടാം.